ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. 2026 നമ്മുടെ ചാനലിലെ ഫസ്റ്റ് റീഡിംഗ് ആണ്. ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിംഗുമായി ലിങ്ക് ചെയ്യുക. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് യു വേഴ്സസ് തേർഡ് പാർട്ടി. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിലവിൽ അവരുടെ അവസ്ഥ എന്താണ്? ഒരുപാട് വേദനിക്കുന്ന ഒരവസ്ഥയാണ് ഒരു ബന്ധത്തിൽ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ്. നിങ്ങളെ അത് ഒരുപാട് മാനസികമായി തകർത്തിട്ടുണ്ടാവണം. ഒരുപാട് വിഷമിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്ലാരിറ്റിയുമായിട്ടാണ് ഈ ഒരു റീഡിംഗ് എത്തിയിരിക്കുന്നത്. ശാന്തമായിരുന്ന് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിംഗിലേക്ക് കൊണ്ടുവരിക. ആദ്യം നമുക്ക് നിങ്ങളുടെ ഒരു എനർജി നോക്കാം. നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് വാൺസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 3 ഓഫ് സോർഡ്സ്. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. സോഡിയക് എനർജി എന്ന് പറയുന്ന ജെമിനി, ലിബ്ര, അക്വേറിയസ്. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും ഇപ്പോൾ വളരെ ക്ലിയർ ആണ്. എവിടെയും സത്യം പറയാൻ നിങ്ങൾക്കിപ്പോൾ പേടിയില്ല. നിങ്ങളൊരു ക്വിക്ക് ഡിസിഷൻ എടുക്കുന്ന ഒരാളാകാം. ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സ് വിഷമിച്ച് ചിലപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ നിങ്ങൾ അവരോട് നടത്തിയിട്ടുണ്ടാകാം. അവരിൽ നിന്ന് ശരിക്കും ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു സൈലൻസ് ആണ്. ഈ ഒരു സൈലൻസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു വരിഞ്ഞു മുറുക്കുന്ന ഒരു ഫീലാണ്. ഓവർ തിങ്കിങ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ശരിക്കും ഒരു ബ്രേവ് മോഡിലേക്ക് വരികയാണ്. ധൈര്യം എന്ന് പറയുന്നത് വീക്ക്നെസ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോകുന്നു. എനിക്കൊരു സെക്കൻഡ് ചോയ്സ് ആവാൻ കഴിയില്ല എന്നുള്ളൊരു മട്ടിൽ. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് വാൺസ് ആണ്. സോഡിയക് എനർജി എന്ന് പറയുന്നത് ഏറീസ്, ലിയോ, സജിറ്റേറിയസ്. നിങ്ങളുടെ ഉള്ളിലൊരു ഇപ്പോഴും ഒരു ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും ഒരു പാഷനൊക്കെ തോന്നുന്നുണ്ട്. ഇത് വർക്കൗട്ട് ആകും എന്നുള്ളൊരു വിശ്വാസം. നിങ്ങളൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാനൊക്കെ തയ്യാറാകുന്നുണ്ട്. നിങ്ങൾക്ക് ഈഗോ ഇല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലെ ആ ഒരു ലവ് എനർജി എന്ന് പറയുന്നത് ഒരു റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ നിങ്ങളുടെ ഒരു റെഡി മോഡാണ്. റെഡിയായിട്ടിരിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 101% ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സോഡിയക് എനർജി എന്ന് പറയുന്നത് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ടെമ്പററി ലവ് അല്ല. നിങ്ങൾക്കൊരു പെർമനൻ്റ് ലവ് ആണ് ആവശ്യം. അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണം, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബോണ്ട് ആയിരിക്കണം. നിങ്ങൾക്ക് സംതിങ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ഇനി അങ്ങോട്ട് കിട്ടാൻ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ ഒരു പെയിനെ സൂചിപ്പിക്കുന്ന ഒരു വേദന. സോഡിയക് എനർജി, ലിബ്ര വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. വളരെ ഒരു ബിട്രയലിനെ സൂചിപ്പിക്കുന്നു. ഒരു തേർഡ് പാർട്ടി അവയർനെസ് കിട്ടുന്നു. നിങ്ങൾ പിരിഞ്ഞതിന് ശേഷവും തേർഡ് പാർട്ടി അവരോടൊപ്പം പോകുന്നതും വരുന്നതുമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണേണ്ടി വന്നിട്ടുണ്ടാകാം. അതല്ല എങ്കിൽ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു വേർഡ്സുകൾ ഉണ്ടാക്കിയ ഹർട്ട്, അവർ ചില പരുഷമായ വാക്കുകൾ പ്രയോഗിച്ചത് മൂലം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ഒരു ഹർട്ട് ഫീലിംഗ്, അതിനെയൊക്കെ കാണിക്കുന്നു. ചിലർക്കാണ് ഈ ഒരു ബന്ധത്തിൽ ഒരു സൈലൻസ് ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ ഒരു വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ. ചില സത്യങ്ങൾ നമ്മളെ ഒരുപാട് ഹർട്ട് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇത് നിങ്ങൾക്കൊരു വേക്കപ്പ് കോളാണ്. നിങ്ങൾ ഉണരാനുള്ള ഒരു കോൾ എന്ന് തന്നെ വിശ്വസിക്കുക. ശരിക്കും ഇതിൽ കുറച്ച് പേർ അനുഭവിക്കുന്ന ഒരു വലിയൊരു വേദന എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ഇമാജിനറി അല്ല. നിങ്ങൾ തെളിവ് സഹിതം കണ്ട ചില കാര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും അതിൽ നിന്നും ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്ന ഒരുപാട് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന നിങ്ങളുടെ പാർട്ണറിൽ നിന്നുണ്ടായ ഈ ഒരു എനർജി വേരിയേഷൻ ശരിക്കും നിങ്ങൾക്കൊരു ഷോക്കായിട്ടുണ്ടാകാം. ഇത് നിങ്ങളെ ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു പാഠം ശരിക്കും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്ധമായി വിശ്വസിച്ച് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് വീഴാതെ എവിടെയോ വെച്ച് പ്രപഞ്ചശക്തി നിങ്ങളെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും വിശ്വാസവും തന്നെയാണ് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ. കുറച്ചു കാലത്തേക്കൊക്കെ ഒരാളെ പറ്റിക്കാം, പക്ഷേ എല്ലാ കാലത്തേക്കൊന്നും പറ്റിക്കാൻ ഡിവൈൻ സമ്മതിക്കില്ല. ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്നത്. ഇവിടെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് 3 ഓഫ് കപ്സ് ആണ് ഫസ്റ്റ്, 10 ഓഫ് സോർഡ്സ്, 8 ഓഫ് സോർഡ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റസ്. 3 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്ന സോഡിയക് എനർജി എന്ന് പറയുന്നത് ഒരു ക്യാൻസർ, പൈസസ് എനർജിയെ സൂചിപ്പിക്കുന്നു. ഇനിഷ്യലി അവർക്ക് ഇതൊരു സീരിയസ് അല്ലായിരുന്നു. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾക്ക് ഈ ഒരു ബന്ധം, നിങ്ങളുടെ വ്യക്തിയോടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു സീരിയസ് മോഡിലൊന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അതൊരു കാഷ്വൽ കണക്ഷനിൽ തുടങ്ങി ഒരു ഫ്ലർട്ടിങ്ങിലേക്ക് പോയി, ഒരു ഈഗോ ബൂസ്റ്റ് ഉണ്ടായി, ഒരു ഫൺ എനർജിയിൽ അങ്ങനെ പോകുന്ന ഒരു ബന്ധമായിട്ട് കാണിക്കുന്നു. ദേ ഡിഡൻറ്റ് എക്സ്പെക്ട് ഇമോഷണൽ കോൺസിക്വൻസസ്. ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്നൊന്നും അവർ വിചാരിച്ചതേ ഇല്ല. ഒരു ഫൺ മോഡിൽ ഇങ്ങനെ ഒരു കളിതമാശ കണക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം, അത്രമാത്രമേ അവർ ശരിക്കും ഒരു യൂസ് ചെയ്യുകയാണെന്ന് പറയണം നിങ്ങളുടെ പേഴ്സണെ. അങ്ങനെ ഒരു എനർജിയിലേക്കാണ് ആദ്യം വന്ന് കയറിയത്.
നെക്സ്റ്റ് വന്നിരിക്കുന്ന 10 ഓഫ് സോർട്സ് കാർഡ് ഒരു പെയിനെ സൂചിപ്പിക്കുന്നു. ശരിക്കും ഒരു വേദനിക്കുന്ന ഒരവസ്ഥ. നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു സഡൻ എൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ടാകാം. എന്നിത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ റിലേഷൻഷിപ്പെങ്കിലും ഒരു താൽക്കാലികമായിട്ടൊരു വിഡ്രോവൽ കാണിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യുക, ബാക്ക് സ്റ്റാബിങ് ഫീലിംഗ്, ഒരാളുടെ പിന്നിൽ നിന്ന് കുത്തുന്നത് പോലെ ഉള്ള ഒരു തോന്നൽ, ചതിക്കപ്പെട്ട അവസ്ഥ, ഇമോഷണൽ കൊളാപ്സ് നടക്കുന്നുണ്ട്. യൂണിവേഴ്സ് ബാലൻസ് ദ കർമ്മ എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ അവരറിഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അവർക്കൊരു വഞ്ചിക്കപ്പെട്ടതുപോലെ ഒരു ഫീൽ അവർക്ക് തോന്നിയിട്ടുണ്ടാകാം തേർഡ് പാർട്ടിക്ക്. അങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് അവർക്കിടയിൽ നടന്നിട്ടുണ്ടാകാം. യൂണിവേഴ്സ് അതിൻ്റെ കർമ്മ കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. നെക്സ്റ്റ് 8 ഓഫ് സോർട്സ് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു ട്രാപ്ഡ് ആയ ഒരവസ്ഥ, കൺഫ്യൂസ്ഡ്, അഫ്രൈഡ് ടു സ്പീക്ക്. അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആളെ ഒരു ട്രാപ്പായ പോലെ തോന്നുന്നുണ്ട്. ആൾക്ക് ശരിക്കും കൺഫ്യൂഷനുണ്ട് ഈ ഒരു ബന്ധത്തിൽ. നിങ്ങളുടെ വ്യക്തിയോട് ചില കാര്യങ്ങളൊക്കെ തുറന്ന് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി. അവർക്ക് നന്നായിട്ട് അറിയാം അവരുടെ ഒരു എനർജി എന്ന് പറയുന്ന ഒരു റോങ് എനർജിയാണ്. പക്ഷേ ഇതെങ്ങനെ ഇതിനകത്തുനിന്ന് എക്സിറ്റ് ചെയ്യണം എന്ന് അവർക്കറിയില്ല. നിങ്ങളുടെ പേഴ്സണിൻ്റെ ചില കാര്യങ്ങളൊന്നും അവർക്ക് അങ്ങോട്ട് സഹിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യം. എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്നൊന്ന് എക്സിറ്റ് ആകണം എന്ന് വെച്ചിട്ട് അതിനും സാധിക്കുന്നില്ല. ട്രാപ്ഡായി പോയ അവസ്ഥ. മുകളിൽ കൂടി പോയ പണി ഏണി വെച്ച് കയറി പിടിച്ചുകൊണ്ട് വന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക്. സോഡിയക് സൈൻ വന്നിരിക്കുന്നത് ജെമിനി. നെക്സ്റ്റ് കാർഡ് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. സോഡിയക് സൈൻ ക്യാൻസർ പൈസസ്. ഇതെന്ന് പറയുന്നത് ഒരു സീക്രട്ടിനെ സൂചിപ്പിക്കുന്നു. രഹസ്യ സ്വഭാവം, ഹിഡൻ ട്രൂത്ത്, മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ, സൈലൻ്റായിട്ട് സഫർ ചെയ്യുന്ന അവസ്ഥ. തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇമോഷണലി ഡീപ്പറായി ഒരു ഫാൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും ഇമോഷൻസ് കയറി വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് യൂണിവേഴ്സ് കൊടുക്കുന്നതുമില്ല. ഇതിനിടയിൽ ശരിക്കും പെട്ടുപോയേക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി. നിങ്ങൾക്കിടയിലും തേർഡ് പാർട്ടിക്കിടയിലും പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരേ ഇരിപ്പ് തന്നെ, സൈലന്റ്. എപ്പോഴോ തോന്നിയ ഒരു ആവേശത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നതാണ് ഈ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ ബന്ധത്തിലേക്ക്. ഇപ്പോൾ അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും വരാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു ആൾരൂപത്തിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അത് നിങ്ങളുടെ വ്യക്തിയാണ്. ആത്മാർത്ഥമായി നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് മറ്റൊരു വ്യക്തിയുടെ പുറകെ പോയ നിങ്ങളുടെ ആൾ നിങ്ങളുടെ വില 100% ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഈ റീഡിങ്ങിൻ്റെ ഔട്ട്കമായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. പൈസസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി. യൂണിവേഴ്സിൻ്റെ ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് ഒരു ഇമോഷണൽ കൺഫെഷനെ സൂചിപ്പിക്കുന്നു. ഒരു അപ്പോളജിയായിട്ടൊക്കെ ആൾ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിടയിലേക്ക് ഒരു സത്യം വെളിവാകുന്ന അവസ്ഥ വരുന്നുണ്ട്. രണ്ടുപേരും ചേർന്ന് ഹേർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കാനുള്ള ഒരു ചാൻസസ് വരാൻ പോകുന്നു. നിങ്ങൾക്കൊരു ജെന്യുവൻ ഇമോഷണൽ ഓഫറാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സ്നേഹത്തിനരികിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് ഈ ഒരു ഔട്ട്കം കാർഡ് കാണിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഒരു പകുതി സ്നേഹം അർഹിക്കുന്ന ആളല്ല. നിങ്ങൾ 100% സ്നേഹം അർഹിക്കുന്ന വ്യക്തികളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ റീപ്ലേസബിൾ അല്ല. നിങ്ങളെ റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പകരം മറ്റൊരാളില്ല. നിങ്ങൾ ഒരു ഓപ്ഷനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ലെസണുമല്ല. ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡായ നൈറ്റ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിൽക്കുന്നിടത്താണ് സത്യമുള്ളത്. സത്യം ഒരിക്കലും തോൽക്കുകയില്ല. നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഒരു ക്ഷമാപണമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും ഈ ഒരു ലവ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഒരിക്കലും പഴയതുപോലെയല്ല. കുറച്ചും കൂടി ലോയലായിട്ട്, കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ആ ഒരു പേരിൽ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ വിശ്വാസങ്ങളും ശക്തമാക്കുക. എന്ത് തെറ്റാണ് സംഭവിച്ചത്, ആരാണ് സത്യം എന്നുള്ളതെല്ലാം തന്നെ കാലം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ശരിക്കും അവിചാരിതമായിട്ട് നിങ്ങൾ ഈ റീഡിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കൊരു ഹീലിങ്ങിനായിട്ട് ഡിവൈൻ തന്നതായിട്ട് കണക്കാക്കുക. നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു തെറ്റാണ് അവർ ചെയ്തത് എങ്കിൽ ക്ഷമിച്ചു കൊടുത്തേക്കുക. തിരുത്താൻ ഒരവസരം കൊടുക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഒരു ഓപ്ഷൻ ആകാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് വന്ന റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ കരിയറിനെ പറ്റിയും അതല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയോ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് മനസ്സിൽ അങ്ങനെ കുമിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ എനർജിയുമായി റെസൊണേറ്റ് ചെയ്യുന്ന ഏതൊരു ടാരോട്ട് റീഡറിനെയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. എൻ്റെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കായി സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പെയ്ഡഡ് ആണ്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി
നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും നക്ഷത്രം അതല്ല എങ്കിൽ മാസവും ചേർത്ത് കമൻറ്റ് ചെയ്താലും മതിയാകും. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ ബന്ധത്തിലെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് മാറി നിങ്ങളുടെ ആ ഒരു പഴയ സ്നേഹം തിരിച്ചു കിട്ടുവാനും നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.